ആളുകളുടെ ഇടയിൽ വിഷമമുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, അവരുടെ മനസ്സിൽ ആ വിഷം കുത്തിവെച്ച് മറ്റുള്ള മതവിഭാഗങ്ങളോട് ശത്രുത തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇല്ലാത്ത പൊളിവചനങ്ങൾ പറയുകയാണ്. ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ടീച്ചർ പ്രസംഗിക്കുന്നതും ഒക്കെ കേട്ടാൽ ഇവരൊക്കെ എത്ര വലിയ മാന്യരായിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. ടീച്ചറെ, എനിക്ക് വലിയ സങ്കടമുണ്ട്. ടീച്ചർ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇത് കേട്ടാണല്ലോ പഠിച്ചതെന്നുള്ള സങ്കടം എനിക്കുണ്ട്. സ്ഥിരമില്ലാത്ത സ്ത്രീയാണ്, ചൂടായതുകൊണ്ടും ബലം പ്രയോഗിച്ചോണ്ടൊന്നും കാര്യമില്ല. കാരണം ഇവര് എന്റെ നിയോജക മണ്ഡലത്തിൽ പറവൂര് വന്ന് പ്രസംഗിച്ച് എന്താണെന്ന് ഞാൻ പറയാം. പറഞ്ഞു കൊടുക്കണ ഞാനന്ന് ഹരിത MLA എന്ന് മാധ്യമങ്ങളെല്ലാം പറയുന്ന കാലത്ത് ഇയാളുടെ ഹരിതം എന്ന് പറയുന്നത് പച്ചയാണ്, മുസ്ലിമിന്റെ പച്ചയാണ് എന്ന് പൊതുയോധി പ്രസംഗിച്ചാണ് ഇവര്. 12 കൊല്ലം കുഴലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെയാ തന്റെ മനസ്സ്. ഇവരെന്തും പറയും. ഇവരുടെ നാവിൽ നിന്ന് വർഗീയ വിഷമാണ് ചീറ്റുന്നത് എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ദൈവമേ, ഞാനോ ആരോട് ചോദിച്ചാലും എന്നെ കുറിച്ച് അറിയാം. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം. അവരെ മുമ്പിൽ ഇരുന്നു അവരുടെ മുഖം കണ്ടുകൊണ്ട് അത് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇവരുടെ എല്ലാ പ്രസംഗങ്ങളും വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലമാണ്. അപകടത്തിൽ പരിക്കേറ്റ ജീവത്യാഗം ചെയ്ത ഒരാൾക്ക് ഗവൺമെന്റ് ധനസഹായം കൊടുത്തപ്പോൾ ഇതുവരെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുടെ കണക്കെടുക്കുകയാണ് അവർ. നൗഷാദ് ആ നൗഷാദ് എന്നുള്ള പേരുപയോഗിച്ചുകൊണ്ട് അത് കേരളത്തിൽ വിൽക്കാൻ ശ്രമിക്കുകയാണ്. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. അത് കേരളത്തിൽ ഓടില്ല. ഇത് മതേതര കേരളമാണ്. നിങ്ങളുടെ ഈ അത്രമാത്രം വിഷമാണ് നിങ്ങൾ ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ഓവറായില്ലേ? ജനങ്ങൾ എന്റെ മുന്നിൽ വരുന്ന ജനങ്ങളെ അകറ്റാൻ ഈ ടിവിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അവർക്ക് ഇതേ ഒരു അത്താണിയുള്ളൂ. ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ബഹളം വെക്കാം. മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ എന്റെ മുന്നിൽ ജനങ്ങൾ വരില്ല. ടീച്ചറോട് ഒരു കാര്യം പറയാനുള്ളതേ, ഞങ്ങളൊക്കെ ജനക്കൂട്ടത്തെ കണ്ടു വളർന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ആളുകളൊന്നുമല്ല. ശത്രു